റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. NHS ജീവനക്കാരുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ രോഗികൾക്ക് കടുത്ത രീതിയിലുള്ള അപകട സാധ്യതയ്ക്ക് കാരണമാകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം മരുന്നുകളിലെ പിഴവുകൾ, തെറ്റായ തീരുമാനങ്ങൾ, ശ്രദ്ധക്കുറവ്, മര്യാദയില്ലാത്ത പെരുമാറ്റം തുടങ്ങിയവ രോഗികളെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് ജീവനക്കാരുടെ ശാരീരിക മാനസിക അവസ്ഥകൾ കാരണമാകുന്നുവെന്നാണ് ഇംഗ്ലണ്ടിലെ NHS സുരക്ഷാ വാച്ച് ടോക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളെ വിലയിരുത്തിയാണ് ഹെൽത്ത് സർവീസ് സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ബോഡി ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജീവനക്കാരുടെ പിഴവ് മൂലം ഗർഭാവസ്ഥയുടെ സ്കാനിങ്ങുകളിലും കീമോതെറാപ്പി മരുന്നുകളിലും സംഭവിക്കുന്ന തെറ്റുകളുടെ ഉദാഹരണങ്ങൾ വാച്ച് ടോക്ക് അതിന്റെ റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താത്ത ഒരു കേസിൽ സ്കാനിങ്ങിലെ പിഴവ് മൂലം അമ്മയ്ക്കും കുഞ്ഞിനും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായതായി പറയുന്നു. ഇത്തരം പല പ്രശ്നങ്ങളുടെയും മൂല കാരണം നഴ്സുമാരുൾപ്പെടെയുള്ളവരുടെ അമിത ജോലി ഭാരമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റഷ്യ-യുക്രൈൻ യുദ്ധം 3 വർഷം പിന്നിടുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം UK ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് കടുത്ത സാമ്പത്തിക അസ്ഥിരതയാണ് സമ്മാനിച്ചത്. ഈ സാഹചര്യത്തിൽ റഷ്യ-യുക്രൈൻ സംഘർഷത്തിന് അയവ് വരുത്തുവാനുള്ള നിർണായക നീക്കവുമായിട്ടാണ് UK നേതൃത്വം വരുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 3 വർഷം പിന്നിട്ട യുദ്ധത്തിൽ അടിയന്തരമായി വെടിനിർത്തൽ ലക്ഷ്യം വെച്ച് ലണ്ടനിൽ പുതിയ ചർച്ചകൾ നടക്കുകയാണ്. UK, ഫ്രാൻസ്, ജർമ്മനി, യുക്രൈൻ, US എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരാണ് അടിയന്തര ചർച്ചകളിൽ പങ്കെടുക്കുന്നത് പോലും. യുക്രൈനെതിരെ തങ്ങളുടെ അധിനിവേശം അവസാനിപ്പിക്കുവാൻ റഷ്യ തയ്യാറാകുമോ എന്ന ഊഹാപോഹങ്ങൾ വർദ്ധിക്കുന്നതിനിടെയാണ് ഈ ചർച്ചകൾ തുടക്കം കുറിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ വേഗത്തിലാണെങ്കിലും ചർച്ചകൾ വിജയിക്കുമോ എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയുമില്ല. UK-യിൽ NHS ആശുപത്രികളിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമം രോഗികളെ അപകടത്തിലാക്കുന്ന തോതിൽ ഗുരുതരമായി ഇത് തുടരുന്നുവെന്നാണ് കണക്കുകൾ. ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ നടത്തിയ സർവേയിലാണ് 3 ഷിഫ്റ്റുകളിലും സുരക്ഷിതമായ പരിചരണം ഉറപ്പാക്കുവാൻ ആവശ്യമായ നഴ്സുമാരിൽ ഇല്ല എന്നുള്ള ഒരു കണക്ക് കാണുന്നത്. ഒരു വർഷത്തിനിടെ 63% വർധനവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. മെറ്റേണിറ്റി വാർഡുകളിലും ഇഞ്ചുറി റിഹാബ്സ് യൂണിറ്റുകളിലുമാണ് ഏറ്റവും വലിയ ആശങ്ക നിലനിൽക്കുന്നത് പോലും. പകുതി ഷിഫ്റ്റുകളിലും ആരോഗ്യ ജീവനക്കാർ രോഗികൾക്ക് ഗുരുതര അപകട സാധ്യത നേരിടുന്നതായി സർവേകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നഴ്സിംഗ് ജീവനക്കാർ സുപ്രധാന പരിചരണം നൽകുവാൻ കഴിയാതെയും രോഗികൾക്ക് സമയത്ത് വേതന സംഹാരം നൽകുവാൻ പറ്റാതെയും വിഷമിക്കുകയാണ്. എംപ്ലോയി സഹായത്തിനായി ജീവനക്കാർ കാത്തിരിക്കുകയാണ്. ഇനി നാട്ടിലെ വാർത്തകൾ. പാക് നടൻ ഫവാദ് ഖാൻ അഭിനയിച്ച ചിത്രം അബീർ ഗുലാൽ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കില്ല. സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകില്ലെന്ന് വാർത്താ വിതരണ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. പഹൽഗ്രാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണത് സിനിമയ്ക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ഫവാദ് ഖാനും വാണി കപൂറും പ്രധാന കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന അബീർ ഗുലാൽ മെയ് 9 പ്രദർശനത്തിനെത്തുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നത്. പിന്നാലെയാണ് ജനവികാരം പ്രദർശനാനുമതി നൽകേണ്ടെന്ന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. പാകിസ്ഥാനിലേക്ക് യാത്ര ഒഴിവാക്കുവാൻ ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാക് പൗരന്മാർക്ക് വിസ സേവനവും ഇന്ത്യ നിർത്തിവെച്ചു. നിലവിൽ നൽകിയിട്ടുള്ള എല്ലാ വിസകളും ഈ മാസം 27 മുതൽ കാലാവധി കഴിഞ്ഞായി കണക്കാക്കും. ചികിത്സാ വിസകളുടെ കാലാവധി ഈ മാസം 29 വരെ മാത്രം. വിസ കാലാവധി അവസാനിക്കും മുമ്പ് രാജ്യം വിട്ടിരിക്കണമെന്നാണ് നിർദ്ദേശം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്നും ഭീകരരിൽ ഒരാൾ മുൻ പാക് സൈനികനുമാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവന്നതേ തുടർന്ന് കടുത്ത തീരുമാനങ്ങളാണ് രാജ്യം കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ സേനയുടെ യോഗത്തിനു പിന്നാലെ 48 മണിക്കൂറിനുള്ളിൽ എല്ലാ പാക് പൗരന്മാരും രാജ്യം വിട്ടിരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാനത്തെ വിവിധ കളക്ടറേറ്റുകളിൽ ബോംബ് ഭീഷണി തുടരുന്നു. കോട്ടയം, പാലക്കാട്, കൊല്ലം കളക്ടറേറ്റുകൾക്കാണ് ബോംബ് ഭീഷണി ഉള്ളത്. കളക്ടർമാരുടെ മെയിലുകളിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. രാവിലെയാണ് കൊല്ലം ജില്ലാ കളക്ടർക്ക് ഭീഷണി സന്ദേശം ലഭിച്ചത്. കളക്ടറേറ്റുകളിലേക്ക് ലഭിച്ച സന്ദേശങ്ങൾ വ്യാജമാണെന്നാണ് വിവരം. ബോംബ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കളക്ടറേറ്റുകളിൽ സുരക്ഷ ശക്തമാക്കി. പ്രത്യേക മതവിഭാഗത്തിലെ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാരുടെ റിപ്പോർട്ട് ചോദിച്ച അരീക്കോട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ വിചിത്ര ഉത്തരവ് പിൻവലിച്ചു. ഏപ്രിൽ 22 എല്ലാ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് പ്രധാന അധ്യാപകർക്കാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കത്തയച്ചത്. താങ്കളുടെ സ്കൂളിൽ നിന്നും സർക്കാർ ശമ്പളം വാങ്ങുന്ന ക്രിസ്തുമത വിശ്വാസികളായ ആദായ നികുതി അടയ്ക്കാത്ത ജീവനക്കാർ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് 2 ദിവസത്തിനുള്ളിൽ നൽകണമെന്നായിരുന്നു ആവശ്യം. ഇതായിരുന്നു കത്തിൽ പറയുന്നത്. സംഭവം വിവാദമായതിനു പിന്നാലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം മലപ്പുറം DDE ഉത്തരവ് പിൻവലിക്കുകയായിരുന്നു. മലപ്പുറം വിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അരീക്കോട് AEO ഇത്തരത്തിൽ കത്തയച്ചതെന്നാണ് വിവരം. ഫെബ്രുവരിയിൽ കോഴിക്കോട് നിന്ന് DPAക്ക് ലഭിച്ച പരാതിയെ തുടർന്നാണ് ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാരോട് ഇത് സംബന്ധിച്ച് വിവരം നൽകുവാൻ ആവശ്യപ്പെട്ടതെന്നും ഇത് പിന്നീട് വാക്കാൽ മരവിപ്പിച്ചുവെന്നും റിപ്പോർട്ടുണ്ട്. ഇനി കായിക വാർത്തകൾ.
മുംബൈ ഇന്ത്യൻസിനെതിരായ IPL മത്സരത്തിനിടെ അമ്പയർ പോലും ഔട്ട് വിളിക്കും മുമ്പേ ഔട്ടെന്ന ധാരണയിൽ പുറത്തേക്ക് നടന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് താരം ഇഷാൻ കിഷനെ പരിഹസിച്ച് മുൻ ഇന്ത്യൻ താരം വീരേന്ദ്ര സെഹ്വാഗ്. അമ്പയർമാര് ശമ്പളം വാങ്ങുന്നവരാണ്, അവരുടെ ജോലി ചെയ്യുവാൻ അവർക്ക് അവസരം നൽകണമെന്നും സെഹ്വാഗ് ആവശ്യപ്പെട്ടു. അമ്പയർ വൈഡ് വിളിച്ച പന്തിൽ ഔട്ടാണെന്ന് സ്വയം വിധിച്ച് ഇഷാൻ കിഷൻ പുറത്തേക്ക് നടന്ന സാഹചര്യത്തിലാണ് സെഹ്വാഗിന്റെ പരിഹാസം. ഇഷാൻ കിഷൻ 4 പന്തിൽ 1 റൺ മാത്രമെടുത്ത് പുറത്തായതിനു പിന്നാലെ കൂട്ടത്തകർച്ച നേരിട്ട സൺറൈസേഴ്സ് മുംബൈ ഇന്ത്യൻസിന് മുന്നിൽ 144 റൺസിന് താരതമ്യേന ചെറിയ വിജയലക്ഷ്യമാണ് ഉയർത്തിയത്. മറുപടി ബാറ്റിംഗിൽ 26 പന്തും 7 വിക്കറ്റും ബാക്കിയാക്കി മുംബൈ വിജയത്തിലേക്കെത്തി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.53 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.